ഡയറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ഞാനത് ഒരുപാട് പറഞ്ഞ തിയേറ്ററിൽ കാണാനുള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. എന്തായാലും ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. താങ്ക് യു. എനിക്ക് പനിയാണ്. ആസിഫ്ക, നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം വരും. നമ്മൾ ചിലപ്പോൾ ഇമോഷണൽ ആവും, ചൂടാവും. പക്ഷെ ആസിഫ്ക അങ്ങനെയല്ല. എല്ലാ പ്രശ്നത്തിലും ഒരു ചെറിയൊരു ചിരി, അടുത്ത കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കുക എല്ലാ പ്രശ്നവും. അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വിഷമങ്ങൾ എൻ്റേതാണ്. ഞാൻ പുറത്ത് കാണിക്കാറില്ല. നമസ്കാരം. ടിക്കിറ്റൊക്കെ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് 3 months ഞാൻ ബെറ്ററായിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ നടക്കുന്നു. അതിൻ്റെ കംപ്ലീറ്റ് റിക്കവറി പറയുന്ന ഒരു 8 months to 1 year ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് വെയിറ്റ് ചെയ്ത്. താങ്ക് യു. ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത് ടുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യന ജോൺസ്, സ്റ്റാർ വാർസ്, അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പം നമുക്കൊട്ടും പരിചിതമായൊരു വെതർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പം അതൊരു വലിയ ചലഞ്ചായിരുന്നു. പല സമയത്തും സാൻഡ് സ്റ്റോൺസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിലൊക്കെ ഉള്ളൊരു റിസൾട്ട് ഈ സിനിമ റിലീസാവുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.